ലണ്ടനിൽ പോയി കടമെടുത്തത് എന്തിന്? എന്തുകൊണ്ട് ഇന്ത്യൻ ബാങ്ക് വഴിയെടുത്തില്ല? ചോദ്യങ്ങളുമായി രാജീവ് ചന്ദ്രശേഖർ. കിഫ്ബി മസാല ബോണ്ട് കേസിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മസാല ബോണ്ട് വിഷയത്തിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. സർക്കാർ ഒരു ഉത്തരവും നൽകിയില്ല. ലണ്ടനിൽ പോയി പണം എന്തിന് സമാഹരിച്ചതെന്നും എന്തുകൊണ്ട് ഇന്ത്യൻ ബാങ്ക് വഴി കടമെടുത്തില്ല എന്നതടക്കം മറുപടിയില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. RBIയുടെ അനുമതി എടുക്കാതെയായിരുന്നു സർക്കാരിന്റെ നടപടി. ED നോട്ടീസ് തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്ന് പറയുന്നത് ശ്രദ്ധ തിരിക്കാനുള്ള വാദം മാത്രമാണ്. അന്വേഷണ ഏജൻസികളുടെ നടപടിയെ വേഗത്തിലാക്കാനോ സാവധാനത്തിലാക്കാനോ കേന്ദ്ര സർക്കാരിനാവില്ല. സാമ്പത്തിക തട്ടിപ്പ് പിടിച്ചാൽ അത് രാഷ്ട്രീയമാണെന്ന് പറയുന്നത് രാഷ്ട്രീയ തന്ത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ട്. കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്കുണ്ടെന്നാണ് EDയുടെ റിപ്പോർട്ട്. മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലാണ് ഭൂമി വാങ്ങാൻ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഫണ്ട് ഉപയോഗിച്ച് 466 കോടിയുടെ ഭൂമി വാങ്ങിയത് ഫെമ ചട്ടലംഘനമാണെന്നാണ് ED കണ്ടെത്തൽ. കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട്. ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ സഹിതമാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് ED വ്യക്തമാക്കി. ED 150-ലധികം പേജുള്ള റിപ്പോർട്ടാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചത്. അതേസമയം ED നോട്ടീസ് അസംബന്ധമാണെന്നും നോട്ടീസിന് മറുപടി നൽകണോ എന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഭൂമി വാങ്ങുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കിഫ്ബി ഭൂമി ഉപയോഗിച്ച് ഊഹക്കച്ചവടം നടത്താൻ കഴിയില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. ED നോട്ടീസിൽ പറയുന്നത് തെറ്റായ കാര്യങ്ങളാണെന്ന് കിഫ്ബി CEO KM എബ്രഹാമും പറഞ്ഞു. ഏത് പരിശോധനയ്ക്കും തയ്യാറാണ്. മറയ്ക്കാനും ഒളിക്കാനും ഒന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.